എല്ലാ മതങ്ങളെയും പ്രതിനിധീകരിക്കുന്ന അഭിമാനിയായ ഒരു ക്രിസ്ത്യാനി എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത്. സനാതന ധർമ്മത്തെ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്ന ഉദയനിധി സ്റ്റാലിന് ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ അഭിമാനം എന്താണ് സാർ? ഇതിന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സൗത്ത് ഇന്ത്യ, ഈ കട്ടിംഗ് സൗത്ത് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അതായത് BJPക്ക് സ്വാധീനമില്ലാത്ത പ്രദേശമാണ് ദക്ഷിണേന്ത്യ. അതുകൊണ്ട് ദക്ഷിണേന്ത്യയെ മുറിച്ച് മാറ്റണം. കാരണം രക്ഷയില്ല, ഇവിടെ വന്ന് ജയിക്കാനായിട്ട് BJPക്ക് ഇവിടെ ജയിക്കാൻ ഒരു സാധ്യതയില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ BJPയെ തോൽപ്പിക്കാൻ ഒരു മാർഗ്ഗമില്ല. അതുകൊണ്ട് ദക്ഷിണേന്ത്യ അങ്ങ് മാറിപ്പോയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ അതിനവർ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ BJPക്ക് വലിയ സ്വാധീനം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ ചിത്രമൊക്കെ മാറി. കേരളത്തിൽ 20% വോട്ട് ഇപ്പോൾ BJPക്കുണ്ട്. തമിഴ്നാട്ടിൽ BJP 5% ഉണ്ടായിരുന്ന BJP 15-16% വളർന്നു. കർണാടകയിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന BJP അധികാരത്തിൽ വരും. ആന്ധ്രയിൽ BJP NDA സർക്കാർ ഭരിക്കുന്നു. തെലങ്കാനയിലും BJPക്ക് വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ കട്ടിംഗ് സൗത്തുകാരുടെ ഈ സംഭവമൊക്കെ മാറി. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കട്ടിംഗ് സൗത്ത് പറയുന്ന ആളുകളുടെ രാഷ്ട്രീയം ഇപ്പോൾ YSR കോൺഗ്രസ് അല്ലെങ്കിൽ ജഗൻ്റെ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുള്ള പാർട്ടികളാണ് ആന്ധ്ര ഭരിച്ചുകൊണ്ടിരുന്നത്. ജഗൻ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് എന്താണ്? ജഗൻ ഒരു ഹിന്ദു അല്ല, ജഗൻ ഒന്നാന്തര ഇവാഞ്ചലിസ്റ്റാണ്. മതം മാറിയ ക്രിസ്ത്യാനിയാണ് ജഗൻ. അതുകൊണ്ടാണ് അവിടെ ആന്ധ്രയിലെ തിരുപ്പതി അമ്പലത്തിലെ ലഡുവിന് പന്നി നെയ്യും പശുവിൻ്റെ നെയ്യും ഉപയോഗിച്ച് എണ്ണ ഉണ്ടാക്കി എന്നുള്ള വിവാദം വന്നത്. ജഗൻ വല്ലാതെ പ്രതിസന്ധിയിലായിപ്പോയി. അവിടെ ഈ കൃത്യമായി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആണെങ്കിൽ പോലും ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രം പരിഗണന കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. അത് ദക്ഷിണേന്ത്യയിലാകെ വളരെ വ്യാപകമായി. തമിഴ്നാട്ടിൽ, ആന്ധ്രയിലൊക്കെ, കർണാടകയിലും പോലും വലിയ തോതിൽ ഇവാഞ്ചലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്ട്രീം നമ്മൾ കാണുന്ന കേരളത്തിലെ കത്തോലിക്ക വിഭാഗങ്ങളോ ഓർത്തഡോക്സ് പോലെയുള്ളവരല്ല. അതൊരു വേറെ ഇവാഞ്ചലിസ്റ്റുകൾ തന്നെ ഒരു എന്താണ് ഈ ആളുകളെ തീവ്ര വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവാഞ്ചലിസ്റ്റ് ശൈലിയിലുള്ള മതം മാറ്റം നടക്കുന്നുള്ള ആക്ഷേപം വലിയ കാര്യമായി BJP ഉന്നയിക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ പ്രച്ഛന്ന വേഷധാരികളായ ക്രിസ്ത്യൻസ് ആണ് രാഷ്ട്രീയത്തെ നയിക്കുന്നത്. YSR പാർട്ടി, രാജശേഖര റെഡ്ഡി ഇല്ലേ, കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന രാജശേഖര റെഡ്ഡി പേര് കേൾക്കുമ്പോൾ ആരാണ്? രാജശേഖര റെഡ്ഡി ഹിന്ദുവാണത് കരുതും. അദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചുപോയ അദ്ദേഹവും ക്രിസ്ത്യാനിയായിരുന്നു. ഇങ്ങനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത ആളുകൾ ദക്ഷിണേന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളിലും നിർണായക സ്ഥാനത്തുണ്ട്. അത് അവരുടെ അവകാശമാണ്. അങ്ങനെ മതം മാറാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. മതം മാറ്റം ഒരു തെറ്റായ കാര്യവുമല്ല. പക്ഷേ അത് കമ്പൽഷൻ, നിർബന്ധിതമാവരുത്. എന്ന് വെച്ചാൽ പ്രലോഭനങ്ങൾക്ക് വശംവദരായോ ഭീഷണിക്ക് വശംവദരായോ മതം മാറരുത്. സ്വാഭാവികമായി ഒരു മനുഷ്യന് ഏത് മതം സ്വീകരിക്കാനും മതമില്ലാതെ ജീവിക്കാനും നമ്മുടെ ഭരണഘടന അധികാരവും അവകാശവും നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എക്സ് മുസ്ലിമുകളൊക്കെ ഇപ്പോൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ അങ്ങനെ വരട്ടെ. അപ്പം ഒരു മതത്തോടും പ്രത്യേക പ്രാധാന്യം കാണിക്കാനും പാടില്ല, പ്രത്യേക ആഭിമുഖ്യം കാണിക്കാനും പാടില്ല. അപ്പോൾ എല്ലാ മതങ്ങളെയും, മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഒരേപോലെ പ്രീണിപ്പിക്കണമെന്നല്ല. മതം ഇതര വിഷയമാവണം. രാജ്യഭരണത്തിൽ മതം ഒരു തരത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ പാടില്ല എന്നാണ് മതേതരത്വം. മതം ഇതര വിഷയമായതെന്നാണ് അർത്ഥം. പക്ഷേ നമ്മുടെ ഇവിടെ എങ്ങനെയാണ് മതേതരത്വം എന്ന് പറയും, എന്നിട്ട് ചില പ്രത്യേക സംഘടിത വോട്ട് ബാങ്കുള്ള ചില പ്രത്യേക മതങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നിർഭാഗ്യവശാൽ ക്രിസ്ത്യാനി ആ ലിസ്റ്റിൽ നിന്ന് പോയി. ഇപ്പോൾ ആകെ ഒരു മതത്തെ മാത്രമേ പ്രീണിപ്പിക്കുന്നുള്ളൂ. കേരളത്തിലെ ഉൾപ്പെടെ ക്രൈസ്തവർ അത് തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടിലെ പ്രശ്നം എന്താണ്? തമിഴ്നാട്ടിലൊരു പബ്ലിക് മീറ്റിങ്ങിൽ ഉദയനിധി സ്റ്റാലിൻ പ്രവർത്തിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ അഭിമാനിയായ ഒരു ക്രിസ്ത്യാനിയാണ്, എന്നാൽ ഞാൻ മറ്റു മതങ്ങളെ മാനിക്കുന്നുണ്ട് എന്ന് പറയുന്നു. മാനിക്കുന്നുണ്ടോ എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? ഒരു ക്രിസ്മസ് ഈവൻറ്റിൽ പങ്കെടുത്തിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ബാക്കി ഇങ്ങനെയാണ്: ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലത്തെ ഒരു ക്രിസ്മസ് ഈവൻറ്റിൽ പങ്കെടുത്ത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു. അതിവിടെ ഒരുപാട് പേർക്ക് ചൊറിച്ചിലുണ്ടാക്കി. ഉപയോഗിച്ച വാക്ക് അങ്ങനെ തന്നെയാണ്. ഒരുപാട് പേർക്ക് ചൊറിച്ചിലുണ്ടാക്കി. എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ ചൊറിയുന്നവരോട് ഞാൻ വീണ്ടും പറയുന്നു, അതെ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഐ ആം എ പ്രൗഡ് ക്രിസ്ത്യൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി എല്ലാ ആളുകളോടും സമഭാവനയോടെ പെരുമാറേണ്ടെന്ന് ഒരു മുഖ്യമന്ത്രി വന്നിട്ട് ഞാൻ അഭിമാനിയായ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയാമോ എന്നത് കാതലായ പ്രശ്നമാണ്. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഞാൻ സനാതനിയായ ഒരു ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല, യോഗി ആദിത്യനാഥും പറഞ്ഞിട്ടില്ല, ഹിമന്ത ബിശ്വയും പറഞ്ഞിട്ടില്ല.
കേട്ടിട്ടുണ്ടോ എപ്പോഴും പറഞ്ഞായിട്ട്? പക്ഷെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ആരെന്നറിയോ? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി മാത്രമേ ഞാൻ സനാതനിയായ ഒരു ഹിന്ദുവാണെന്ന് അന്നു മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഏക വ്യക്തി. അതിനുശേഷം ഈ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആരും അങ്ങനെ പറയാത്തതിൻ്റെ ഒരു കാരണം, അങ്ങനെ പറയുന്നതിനകത്ത് ഒരു മര്യാദകേട്, ഒരു ശരികേടുണ്ട്. ഞാൻ വേണമെങ്കിൽ പറയാം ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ് എന്ന് പറയാം, പക്ഷേ ഞാനൊരു അഭിമാനിയായ എന്ന് പറയുന്നിടത്താണ്. ഒരാൾക്ക് അയാളുടെ വിശ്വാസം, അയാളുടെ ആചാരങ്ങൾ, അയാളുടെ പ്രാർത്ഥനയൊക്കെ തുടരാൻ അവകാശമുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ചൊറിച്ചിലുണ്ടായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഐ ആം എ പ്രൗഡ് ക്രിസ്ത്യൻ. പ്രൗഡ് എന്നുള്ള വാക്ക് പറയുന്നിടത്താണ് പ്രശ്നം. അപ്പോൾ ഞാൻ ക്രിസ്ത്യൻ ആയിരിക്കുന്നതിൽ പ്രൗഡ്, അഭിമാനം ഉള്ള ആളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റു മതങ്ങളിൽ അഭിമാനമില്ല എന്നൊരു വായന അതിലുണ്ടാകും. അവിടെയാണ് പ്രശ്നം. ഉദയനിധി സ്റ്റാലിൻ ക്രിസ്ത്യാനി ആവട്ടെ, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആളുകളുടെ ധാരണ എന്താ? കരുണാനിധി, മുത്തുവേൽ കരുണാനിധി, കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ, സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, ഇങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ ഒരു ഹിന്ദുമത വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരാണ്. ഇവർ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിൻ്റെ അല്ലെങ്കിൽ തന്തേ പെരിയാറുടെ ആശയങ്ങളൊക്കെ പേറുന്നുണ്ടെങ്കിലും ഹിന്ദുക്കളായിരിക്കും എന്നൊരു തോന്നൽ പൊതുവിലുണ്ടായിരുന്നു. എന്നാൽ അത് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് പരസ്യമായി ഞാൻ ക്രിസ്ത്യാനിയാണ്, അഭിമാനിയാണ് ആയ ക്രിസ്ത്യാനിയാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരിക്കുന്നു. ഇനിയാണ് ധന്യ പറഞ്ഞ കാര്യം. അതായത് ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും ഞാൻ മറ്റെല്ലാവരെയും മാനിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു എന്നാണല്ലോ ധന്യ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് എന്താ പറഞ്ഞത്? ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? മലേറിയയും ഡെങ്കുവും പോലെ ഇറാഡിക്കേറ്റ് ചെയ്യേണ്ട ഒന്നാണ് സനാതന മതം. സനാതന മതം എന്ന് പറഞ്ഞാൽ ഏതാ? ഹിന്ദുമതം. ഹിന്ദുമതത്തെ ഭൂമിയിൽ നിന്ന് മലേറിയ പോലെ, ഡെങ്കു പോലെ തുടച്ചു നീക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം ഞാൻ അഭിമാനിയായ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രീതിക്ക് ചേരുന്നതല്ലല്ലോ അത്. അല്ല. പിന്നെ യേശുദേവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? യേശുദേവൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കാനാണ്. അപ്പം ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുമതത്തെ തുടച്ചു നീക്കണമെന്ന് ഹിന്ദുമതം ഇവിടെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുകയാണോ ഡസ്റ്റർ കൊണ്ട് തുടയ്ക്കാൻ? അല്ലല്ലോ. അത് ഈ നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളിലാണ് ഹിന്ദുമതം ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ ഹിന്ദുമതത്തെ തുടച്ചു നീക്കുക എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? ഈ ആളുകളെ കൊല്ലണം. ഒരു കൂട്ടക്കൊല്ലം, ജനോസൈഡാണ് പുള്ളി പറഞ്ഞത്. അത്രയൊന്നും സ്റ്റാലിൻ ഉദ്ദേശിച്ചോ എന്നറിയില്ല. ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ ആശയം എന്താണ്? അത് നമ്മൾ അവഗ്രഹിച്ചു പോകുമ്പോൾ ഹിന്ദുമതത്തെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികളെ തുടച്ചു നീക്കണമെന്നാണ്. ഇപ്പം തിരിച്ച് ക്രിസ്തു മതത്തെ തുടച്ചു നീക്കണം അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വിഭാഗം ആളുകളെ കൂട്ടക്കൊല ചെയ്യണമെന്നാണ്. ജൂതന്മാരെ തുടച്ചു നീക്കണം എന്ന് ഹിറ്റ്ലർ പറഞ്ഞു. എന്താ ചെയ്തത്? 10 ലക്ഷത്തോളം ആളുകളെ, 10 മുതൽ 30 ലക്ഷം ആളുകളെ എന്ന് പറയുന്നുണ്ട്. അത്രയും ആളുകളെ ഗ്യാസ് ചേമ്പറുകളിലിട്ട് ടോർച്ചർ ചെയ്ത് കൊന്നു നാസി പാളയത്തിൽ. അങ്ങനെയല്ലേ ഒരു മതത്തെ തുടച്ചു നീക്കുന്നത്? അപ്പോൾ ഇവിടെ തുടച്ചു നീക്കണം എന്ന് പറയുന്ന ആൾക്ക് എനിക്ക് ക്രിസ്തുദേവനെ പോലെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും മാനിക്കുന്ന ആളാണെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വടക്കേ ഇന്ത്യയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കി. സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ്റെ ഈ പ്രസംഗം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. അത് ഇന്ത്യ മുന്നണിക്ക് തലവേദനയായി. കോൺഗ്രസ് അല്ല, ഇന്ത്യ മുന്നണിയെ തോൽപ്പിക്കാനുള്ള ഒരു കാരണം സ്റ്റാലിൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു മുഖ്യമന്ത്രി പരസ്യമായി വന്നിട്ട് ഞാൻ അഭിമാനിയാണ് ആയ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നത് സാങ്കേതികമായി പെശകാണ്. നമ്മൾ ഭരണഘടനയിൽ ഓർത്തെടുക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിട്ട് ചുമതല ഏൽക്കുന്ന ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ്. ആരോടും പ്രീണനമില്ലാതെ, ആരോടും പക്ഷപാതിത്വമില്ലാതെ നീതിപൂർവം പെരുമാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അഭിമാനിയായ ഒരു ക്രൈസ്തവനാണെന്നൊരു മുഖ്യമന്ത്രി ഒരു ക്രിസ്ത്യൻ സമ്മേളനത്തിൽ പോയി പറയുമ്പോൾ എങ്ങനെ മറ്റുള്ളവർക്ക് നീതി കിട്ടുമെന്ന ചോദ്യം പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന തരത്തിൽ ഹിന്ദുമതത്തെ ഉച്ചാടനം ചെയ്യണം, ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കെ ഇവിടെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കേരളം ഒഴികെ കേരളത്തിൽ പിന്നെ ഈ ക്രിസ്ത്യാനിറ്റി എന്ന തരത്തിലുള്ള വലിയ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഇസ്ലാമാണ് അതിവേഗത്തിൽ വളർന്ന മതം. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ വലിയ തോതിൽ, തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ വലിയ തോതിൽ തീരദേശ മേഖലയിലൊക്കെ സാധാരണ ജനങ്ങളെ കൺവേർഷന് വിധേയമാവുന്നുണ്ട്. ക്രിസ്ത്യൻ സഭകൾ, പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന കത്തോലിക്ക സഭയും യാക്കോബൈറ്റ് ഓർത്തഡോക്സ് തുടങ്ങിയ സഭകളൊന്നും അല്ല, മറ്റ് ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകൾ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സ്റ്റാലിൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സ്റ്റാലിൻ ഞാൻ അഭിമാനിയായ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ മതപരിവർത്തനത്തിന് അനുകൂലമായ ഒരു സ്റ്റാൻഡ് സ്റ്റാലിൻ എടുക്കുമോ എന്ന ചോദ്യം വരുന്നുണ്ട്. അവിടുത്തെ ഹിന്ദുക്കൾ, അവിടുത്തെ മുസ്ലിമുകൾക്ക് പോലും പ്രശ്നമുണ്ട്.
ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ഞാൻ അഭിമാനിയായ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഇതര മതങ്ങൾക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ടാവും. ഇപ്പോൾ ഇത് പറയുമ്പോൾ വേറെ കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഉദയനിധി സ്റ്റാലിൻ പറയുമ്പോൾ സ്റ്റാലിൻ്റെ അമ്മയുണ്ടല്ലോ, ഗുരുവായൂരപ്പനും കൊണ്ട് സ്വർണ്ണ കിരീടം കൊടുക്കും. അവരുടെ വീട്ടിലെ പൂജാമുറിയിൽ ഈ പറയുന്ന ഭഗവാന്റെ മുരുകൻ്റെ ചിത്രമുണ്ട്, രാമൻ്റെ ചിത്രമുണ്ട്. സ്റ്റാലിൻ്റെ വീട്ടിലെ പൂജാമുറിയുടെ ചിത്രം പുറത്തു വന്നിരുന്നു. അപ്പോൾ സ്വകാര്യമായി വീടിനുള്ളിൽ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുകയും പുറത്തിറങ്ങി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അഭിമാനിയായ ക്രിസ്ത്യൻ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു നാടകം തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു വീട്ടിൽ തന്നെ പലരും ഇപ്പം സ്റ്റാലിൻ യുക്തിവാദിയാണെന്ന് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞു, DMK-യുടെ ഒരു രാഷ്ട്രീയം വെച്ചിട്ട്. ഉദയനിധി സ്റ്റാലിൻ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു, അമ്മ ഹിന്ദു ആണെന്ന് പറയുന്നു. ഈ കനിമൊഴി ശരിക്കും സ്റ്റാലിൻ്റെ സഹോദരിയാണ്. സ്റ്റാലിൻ്റെ സഹോദരിയായ കനിമൊഴിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വേണമായിരുന്നു. അപ്പോൾ തൻ്റെ സീറ്റിൽ നിന്ന് പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കുന്നില്ല, എനിക്ക് നിയമസഭാ സീറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാലിൻ വെട്ടി. ആരെ വെട്ടി? കനിമൊഴിയെ വെട്ടി. എന്തിനാ വെട്ടിയെന്നറിയോ? കനിമൊഴിയുടെ അമ്മ വേറെയാ. കരുണാനിധിയാണ് രണ്ടുപേരുടെ അച്ഛനെങ്കിൽ അമ്മ വേറെയാണ്. കനിമൊഴി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നാൽ തനിക്കും തൻ്റെ പിന്തുടർച്ചക്കാരനായ ഉദയനിധി സ്റ്റാലിനും ഭീഷണിയാണെന്ന് നന്നായിട്ട് കാണുന്നുണ്ടാര് സ്റ്റാലിൻ. ഇങ്ങനെ ആഭ്യന്തരമായ ഒരു കുഴപ്പവും വീട്ടിനകത്തുള്ള ചില പ്രശ്നങ്ങളോടുകൂടിയുണ്ട്. അതിനിടയ്ക്കാണ് ഈ പറയുന്ന തരത്തിൽ ഞാൻ അഭിമാനിയായ ക്രിസ്തുവാണെന്ന് ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം അധികാരത്തിലിരിക്കുന്ന ഒരു ഉപമുഖ്യമന്ത്രി പറയുന്നത്. ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപക്ഷെ സ്റ്റാലിൻ മുഖ്യമന്ത്രിയുമായേക്കാം. അപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം വേണം എന്നാഗ്രഹിക്കുന്ന പോലെ ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി കൂടി വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് സന്തോഷം പകരും. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് വല്ലാത്ത നിരാശയുണ്ടാവും. ഒരു ഉപമുഖ്യമന്ത്രി വന്നിട്ട് ഞാൻ അഭിമാനിയായ ഒരു ക്രിസ്ത്യാനിയാണ്, അതിൽ മറ്റുള്ളവർക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ പിന്നെയും കേട്ടോളൂ, ഐ ആം എ പ്രൗഡ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് നിരക്കുന്നതല്ല.